കൊല്ലം, പത്തനംതിട്ട. അത് കഴിഞ്ഞ് മൊത്തം കേരളം ഈ അടുത്ത ഒരു 4 ദിവസം റെഡ് അലർട്ടിലേക്കാണ്. ഉച്ചയ്ക്ക് ശേഷം തെക്കൻ വടക്കൻ ഈ കിഴക്കൻ മേഖലകളിൽ മഴയുണ്ട്. ഇപ്പൊ തന്നെ രാവിലെ മീറ്റിംഗ് എടുക്കുമ്പോഴും കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നല്ല മഴയുണ്ടെന്ന് പറഞ്ഞു. യിലെ ഒഴുക്ക് വളരെ ശക്തമായതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ എത്തിപ്പെടുന്നതിനും പ്രയാസം. വിവിധ ഏജൻസികൾ ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കേന്ദ്രസേനയുണ്ട്, നമ്മുടെ പോലീസും ഫയർഫോഴ്സും ഉണ്ട്, മറ്റ് വിവിധ വിഭാഗങ്ങളും മത്സ്യത്തൊഴിലാളികളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളും, യുവാക്കൾ, തൊഴിലാളികൾ, സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിലുള്ളവർ ഈ ആപത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടുന്ന നില വന്നിട്ടുണ്ട്. സ്വന്തം ജീവൻ തന്നെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് രക്ഷാപ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. കടലമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അന്ന് രാത്രി തന്നെ അതിവേഗ ബോട്ടുകളുമായി അവർ ഓടിയെത്തി. കൂടാതെ സർവ്വസന്നാഹങ്ങളുമായി സൈന്യവും അതിസാഹസികമായ നീക്കങ്ങളിലൂടെ കേരള ജനതയുടെ രക്ഷയ്ക്കെത്തി. ബോട്ടുകൾ എത്താത്തിടത്ത് എയർലിഫ്റ്റിംഗിലൂടെ അവർ ഒറ്റപ്പെട്ടവരെ ജീവിതത്തിലേക്ക് പൊക്കിയെടുത്തു. കൂടാതെ കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. അതിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രി ആകാശത്തിരുന്ന് കേരളത്തിലെ ദുരന്ത മേഖലകൾ സന്ദർശിച്ച് 500 കോടി രൂപയും നൽകി തിരിച്ചുപോയി. ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നിയത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാത്രം ഒന്നുമില്ലെന്നാണ്. ഇതിനിടയിൽ പരസ്പരം ആരെയും പഴിക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രക്ഷാപ്രവർത്തനത്തിനായി കൈകോർത്തു. കിട്ടാത്ത സഹായങ്ങൾക്കായി മുറവിളി കൂട്ടാതെ ഓരോരുത്തരും മുങ്ങിത്താഴ്ന്ന കേരളത്തെ ഒറ്റ മനസ്സോടെ നിന്ന് കേരള ജനത കൈപിടിച്ചുയർത്തി. ഓരോ മലയാളിയും തന്റെ ഹൃദയത്തിൽ തൊട്ടു പറഞ്ഞു, ഞങ്ങൾ അതിജീവിക്കും. ഒറ്റക്കെട്ടായി നിന്ന് നിപ്പയെ തുടച്ചു നീക്കിയ കേരളം ആദ്യമൊന്ന് പകച്ചെങ്കിലും മഹാപ്രളയത്തെ ചങ്കൂറ്റത്തോടെ നേരിട്ടു. നാടിന്റെ ഒരു ദുരന്തത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസങ്ങളില്ല. നമ്മൾ ഒന്നിച്ചു നിന്ന് നേടാവുന്നതെല്ലാം നേടിയെടുക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു കൺട്രോൾ റൂമിനെ ചലിപ്പിച്ചു. ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു ലീഡർഷിപ്പ് കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. കാരണം അങ്ങനെയാണ് വേണ്ടത്. ഒരിടത്തിരുന്നുകൊണ്ട് യന്ത്രം ചലിപ്പിക്കാൻ കഴിയണം നമുക്ക്. മറ്റെപ്പോഴത്തേതിലും അധികം ബാധ്യതപ്പെട്ട കഠിനകാലം ഈ ഗ്രഹണകാലമാണ് പിണറായി വിജയനെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റിമറിച്ചു തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാപകലില്ലാതെ ഉണർന്നിരുന്നു. നാടിന്റെ മുറവിളികൾക്ക് ഉത്തരമേകി, വകുപ്പുകളെ ഏകോപിപ്പിച്ചു. സർക്കാരിന്റെയും സന്നദ്ധ സേനയുടെയും ഇടപെടലുകൾ അർഹതപ്പെട്ടവരിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തി. ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്കെത്തി. ആശ്വാസവാക്കുകൾ പറയാൻ മാത്രമായിരുന്നില്ല, ഭിന്നതകൾ, ഏതുതരം ഭിന്നതകളും മാറ്റിവെച്ച് നാടിനായി കൈകൊരുക്കാമെന്ന സന്ദേശം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനായി മുന്നിൽ നിന്നു. ജീവിതതാളം വീണ്ടെടുക്കുവോളം ജനതയിലേക്ക് സർക്കാരിന്റെ കരുതലെത്തി പല രൂപത്തിൽ.
എന്തെല്ലാം നിലയിലാണ് നമ്മുടെ നാട് മാറുന്നതെന്നാണ് നോക്കേണ്ടത്. ആളുകളെ നമ്മൾ തള്ളി വിട്ടുകൊടുക്കുകയാണോ വേണ്ടതിന്? ഇങ്ങനൊരു മഹാമാരി വരുമ്പോൾ അതിന്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ആവശ്യമായ ജാഗ്രത പാലിച്ചു പോകേണ്ടതല്ലേ? അന്നേരം നിങ്ങൾ ഏത് പക്ഷാണ്, ഏത് മുന്നണിയാണ് എന്ന് നോക്കി നിൽക്കലാണ്. ഇതെല്ലാം നോക്കണമെങ്കിൽ മനുഷ്യൻ വേണ്ടേ നാട്ടിൽ? ആ മനുഷ്യന്റെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്?